സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ റമദാൻ നമ്മളൊരു മുന്നൊരുക്കത്തോടുകൂടെ, ഞാൻ റമദാൻ ഒരുങ്ങിയിട്ടുള്ള ഒരു റമദാൻ ആകുമ്പോൾ അത് കഴിയുമ്പോൾ നമ്മൾ അറിയാതെ കണ്ണിൽ നിന്ന് കണ്ണീര് വരും. മിമ്പറിൽ ഇമാം കയറി നിന്ന് അസ്സലാമു അലൈക യാ ശഹ്റ റമദാൻ, അസ്സലാമു അലൈക യാ ശഹ്റർ റഹ്മതി വൽ മഗ്ഫിറ. ഇമാം ഇങ്ങനെ പറയുമ്പോ അറിയാതെ കണ്ണിൽ നിന്ന് കണ്ണുനീരുറ്റി വീഴുന്ന മഹാന്മാരെ, സാധാരണക്കാരെ പോലും പഴയകാലത്ത് വെള്ളിയാഴ്ച പള്ളിയിൽ കാണാമായിരുന്നു. ഇന്നൊരു 10-20 റമദാൻ കഴിഞ്ഞാൽ ഇങ്ങോട്ട് എണ്ണൽ തുടങ്ങും. ഇനി 4 ദിവസം, ഇനി 5 ദിവസം, ഇതൊന്ന് കഴിഞ്ഞിട്ടേ പെരുന്നാളാണല്ലോ. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. റമദാനിന്റെ പവിത്രതയെ വേണ്ട രൂപത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ്. മുത്തുനബി പറയാം, പരാജയപ്പെട്ടു പോകട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ആരെപ്പറ്റിയാണ്? ഒരാൾക്ക് റമദാൻ ലഭിച്ചു, എന്നിട്ടവൻ അവന്റെ പാപങ്ങളെ പൊരുത്തപ്പെടിക്കാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ അവന്റെ മൂക്ക് നിലംപതിച്ചു പോകട്ടെ, അഥവാ അവന് നാശമുണ്ടാകട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാം. ഒരു റമദാൻ കിട്ടിയിട്ട് മനസ്സൊന്ന് സ്ഫുടം ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിനേക്കാൾ വലിയൊരു ഹതഭാഗ്യം വേറെ ആരുമില്ല. ഇപ്പൊ സാധാരണ റമദാൻ പോലെ ഈ റമദാൻ നമുക്ക് ആകരുത്. ഇന്ന് ഇസ്രാ മിഅ്റാജിന്റെ രാവായപ്പോഴും എന്നോട് വിഷയം പറഞ്ഞപ്പോ പറഞ്ഞു, റമദാൻ മുന്നൊരുക്കായിക്കോട്ടെ. വളരെ സന്തോഷമായി. കാരണം ഇത് നേരത്തെ നടത്തണ്ട. നമ്മളെ പല നാട്ടിൽ എപ്പോഴാ റമദാൻ മുന്നൊരുക്കം നടക്കാറ്? റമദാന്റെ 2 ദിവസം മുമ്പാ. അതുകൊണ്ട് കാര്യമില്ല നമ്മൾ കുറച്ച് മെച്ചുണ്ടാവും. പക്ഷെ നേരത്തെ തന്നെ റമദാനിന് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന ഒരു ഗുണവും അനുഭൂതിയും റമദാന്റെ തൊട്ടു മുമ്പ് ഒരുങ്ങിയാൽ കഴിയൂല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ ഒരാൾ വന്ന് ചോദിക്കുന്നുണ്ട്, കൈഫ തസ്തഇദ്ദു ലിശഹ്രി റമദാൻ, നിങ്ങൾ എങ്ങനെയാണ് റമദാൻ മാസത്തിന് ഒരുങ്ങാറുള്ളത് എന്ന് ചോദിച്ചു. എങ്ങനെയാണ് നിങ്ങൾ റമദാനിന് ഒരുങ്ങാറുള്ളത്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞു, കുന്നാ നഖാഫു അൻ നസ്തഖ്ബില ഹിലാല റമദാൻ, ഞങ്ങൾക്ക് റമദാനിന്റെ മാസപ്പിറവി കാണുന്നത് പേടിയാണ്. പടച്ചോനെ, നാളെ റമദാനാവോ ഞങ്ങൾക്ക് പേടിയാണ്. നമ്മളെ പേടി എന്താ? നാളെ മുതൽ നോമ്പ് വിൽക്കേണ്ടി വരുമോ എന്നുള്ള പേടിയാണ്. നാളെ പടച്ചോനെ, ഇനിയിപ്പോ നാളെ മുതൽ നോമ്പാണല്ലോ, ഈ നടത്തൊന്നും ഇപ്പൊ ഇനി പറ്റൂലല്ലോ എന്നുള്ള പേടി. എന്നാൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ പേടി അതല്ല. വഫീ ഖുലൂബിനാ ഹിഖ്ദുൻ അലാ അഖീനൽ മുസ്ലിം, പടച്ചോനെ എന്റെ കൽബ് സ്ഫുടം ചെയ്തിട്ടില്ലല്ലോ, എന്റെ കൽബിൽ ആരോടെങ്കിലും പകയുണ്ടോ, വിദ്വേഷമുണ്ടോ, ഏതെങ്കിലും നിലക്കുള്ള പാപങ്ങൾ എന്റെ കൽബിൽ കറകെട്ടി കിടക്കുന്നുണ്ടോ എന്ന പേടിയാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് റമദാൻ മാസം വരുന്നതിന്റെ തൊട്ടുമുമ്പ് ഉണ്ടാകുന്നത്. വല്ലാത്ത പേടിയാണ്. അതുകൊണ്ട് ചിലരൊക്കെ കരുതും റമദാൻ വരട്ടെ എന്നിട്ട് പൊരുത്തപ്പെടിക്കാമെന്ന്. ചിലരൊക്കെ കരുതിയത് തൗബ ചെയ്യേണ്ട ദിവസം റമദാൻ 27-ാം രാവാണെന്നാ. അപ്പൊ മഅദിൽ പോയി തൗബ ചെയ്താലേ തൗബ ഉള്ളെന്ന് വിശ്വസിച്ച ചില സാധുക്കളുണ്ട്. തൗബന്റെ സദസ്സ് സജീവമായത് അവിടെ മുതലാണ്. അതുകൊണ്ടായിരിക്കും എല്ലാ ദിവസങ്ങളിലും തൗബ ചെയ്യണം. അതിലേറ്റവും റമദാൻ വരുമ്പോഴേക്ക് ബഹുമാനപ്പെട്ട അബൂബക്കറിനിൽ വറാഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റജബ് മാസം ഹൃദയം ശുദ്ധീകരിക്കേണ്ട മാസമാണ്. ഹൃദയം ശുദ്ധീകരിക്കണം, ഇസ്തിഗ്ഫാർ കൊണ്ട് ശുദ്ധീകരിക്കണം. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ജാമിഉൽ അഹാദീസിൽ രേഖപ്പെടുത്തിയത് കാണാം, അക്സിറുൽ ഇസ്തിഗ്ഫാർ ഫീ ശഹ്രി റജബ്, റജബ് മാസത്തിൽ നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കണം. ഇന്ന ലില്ലാഹി ഫീ ശഹ്രി റജബിൻ ഉതഖാ ലില്ലാഹ്, എല്ലാ റജബിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തുകൊണ്ട് നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരുപാട് അടിമകളുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബി ത്വാലിബ് തങ്ങൾ പറയാം.
അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുത്തെ ഗുന്യ എന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട്, ഖുസ്സ റജബും ബിൽ ഇസ്തിഗ്ഫാർ. റജബ് മാസം ഇസ്തിഗ്ഫാർ കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ട മാസമാണ്. ഇനി ആകെ 2 രാത്രിയാണ് റജബിൽ ഏറിച്ചെന്നാ നമുക്ക് കിട്ടുക, അല്ലെങ്കിൽ 3 രാത്രി. ഇസ്തിഗ്ഫാർ നമ്മൾ എത്ര അള്ളാഹുവിനോട് ചെയ്തിട്ടുണ്ട് എന്നൊന്ന് ആലോചിച്ചു നോക്കണം. എത്ര പാപങ്ങളാണ് ഒരു ദിവസം നമ്മൾ ചെയ്യുന്നത്, എത്ര തിന്മകളാണ് ചെയ്യുന്നത്. ഇസ്തിഗ്ഫാർ നടക്കുന്നുണ്ടോ? ഈ റജബ് ഇസ്തിഗ്ഫാറിന്റെ മാസമാണെന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ട് അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ച് റജബുൻ ശഹ്റുല്ലാഹ്, റജബ് അല്ലാഹുവിന്റെ മാസമാണെന്ന് പറഞ്ഞതിന്റെ വ്യാഖ്യാനത്തിൽ മുഹദ്ദിസുകൾ പറയുന്നുണ്ട്, ഇസ്തിഗ്ഫാർ കൊണ്ട് അല്ലാഹുവിനോട് മുന്നിടുന്നവർക്ക്, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് റജബിൽ പറയുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പശ്ചാത്താപത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കുന്ന മാസമായതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ശഹ്റുല്ലാഹ്, അല്ലാഹുവിന്റെ മാസം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ഇസ്തിഗ്ഫാർ നടത്തിയോ അല്ലാഹ് പൊറുക്കലിനെ സ്വീകരിക്കും. അതുകൊണ്ട് പ്രത്യേകമാക്കപ്പെട്ട മാസമാണ് റജബ്. വശഅബാനു ശഹ്റുസ്സലാഹ്, ശഅബാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് കൊണ്ട് ഹൃദയം സ്ഫുടം ചെയ്യേണ്ട മാസമാണ്. ബിമദ്ഹിൽ മുസ്തഫ തഹിൽ ഖുലൂബ് വതുഗ്തഫറുൽ ഖതായാ വദ്ദുനൂബ്. അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടാൻ, ഹൃദയം ശുദ്ധമാകാൻ, ഹൃദയം ശുദ്ധമായി കിട്ടാനുള്ള പരിഹാരം ഒന്ന് ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കലാണ്. രണ്ടാമത്തേത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുന്നിൽ വെച്ചിട്ടുള്ള രണ്ടാമത്തെ വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് വർദ്ധിപ്പിക്കലാണ്. ശഅബാനിൽ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലണം, ഖൽബ് ഇങ്ങനെ സ്ഫുടമാകും. അങ്ങനെ രണ്ടാമത്തെ ശഅബാൻ മാസമാകുമ്പോൾ ഹൃദയത്തെ സ്ഫുടം ചെയ്ത് കഴിഞ്ഞാൽ റമദാൻ വിളവെടുപ്പിന്റെ കാലമാണ്. റജബിൽ നേടിയ ആത്മീയതയുടെ നിർവൃതി ശഅബാനിൽ ശുദ്ധമാക്കിയ ഖൽബുമായി റമദാനിലേക്ക് കടന്നു ചെല്ലുന്നു. റമദാനിന്റെ 1ാമത്തെ രാത്രി തന്നെ മസ്ജിദുൻ നബവിയിലും മസ്ജിദുൽ ഖിബ്ലയിലും മസ്ജിദുൽ ഖുബായിലും സ്വഹാബികൾ രാത്രിയെ പകലാക്കിക്കൊണ്ട് ഖുർആൻ ഓതുന്നത് കണ്ടപ്പോ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി. അലി ഇബ്നു അബീ ത്വാലിബ് ഉമറുൽ ഖത്താബ് തങ്ങളെ കണ്ടിട്ട് വിളിക്കുകയാണ്. ബഹുമാനപ്പെട്ടവരെ കണ്ടപ്പോ സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട് പറഞ്ഞു പോവുകയാണ്, നവ്വറല്ലാഹു ഖബ്റക ഇബ്നുൽ ഖത്താബ് കമാ നവ്വറല്ലാഹു കമാ നവ്വറ മസാജിദല്ലാഹി ബിൽ ഖുർആൻ. നവ്വറല്ലാഹു ഖബ്റക ഇബ്നുൽ ഖത്താബ് കമാ നവ്വറത മസാജിദല്ലാഹി ബിൽ ഖുർആൻ. റമദാനിന്റെ 1ാമത്തെ രാത്രിയിൽ തന്നെ അല്ലാഹുവിന്റെ ഭവനങ്ങളെ പരിശുദ്ധ ഖുർആൻ കൊണ്ട് പ്രകാശപൂരിതമാക്കിയ അങ്ങയുടെ ഖബറിനെ അല്ലാഹു പ്രകാശിപ്പിക്കട്ടെ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ദുആ ചെയ്തു കൊടുക്കുന്നു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. എന്തൊരാഘോഷമാണ്, എന്തൊരു സന്തോഷമാണ്. നമ്മളെ നാട്ടിലൊക്കെ പണ്ടങ്ങനെയാണ്, റമദാൻ വന്നാൽ ടി വി ഒക്കെ പൂട്ടിവെക്കും ചിലര്. അതിന്റെ അർത്ഥം റമദാന്റെ മുമ്പ് ടി വി പറ്റുന്നല്ല. എന്നാലും ടി വി കാണുന്നവരാണെങ്കിലും സിനിമ കാണുന്നവരാണെങ്കിലും റമദാനിനെ ബഹുമാനിച്ചിട്ട് മാറി നിൽക്കും. ഇന്നിപ്പോ എല്ലാരെ കയ്യിലും മൊബൈൽ ഫോണാണ്, എല്ലാ നെറ്റ്വർക്കുകളുമുണ്ട്, ഹറാം കാണാനുള്ള സംവിധാനമുണ്ട്. നേരത്തെ തന്നെ മൊബൈലിന്റെ ഉപയോഗം ക്രമീകരിച്ചു കൊണ്ടുവന്ന് അതിൽ ഒരു ലിമിറ്റ് വെച്ചാലേ റമദാനിൽ നമുക്കതിനെ നിയന്ത്രിക്കാൻ പറ്റുകയുള്ളൂ. കുറച്ചിങ്ങനെ കൊണ്ടുവരണം. നമ്മളൊക്കെ അതിന് അഡിക്റ്റാണ്, മൊബൈൽ ഫോൺ അഡിക്റ്റ്, മക്കൾ അതിനേക്കാൾ അഡിക്റ്റ്.
ഈ മക്കളോട് ഇത് ഉപയോഗിക്കരുത് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഉപയോഗിക്കാതിരിക്കണം. നമ്മൾ ഉപയോഗിക്കാതിരിക്കണം. അതിന്റെ ഉപയോഗം ഉമ്മമാരും ബാപ്പമാരൊക്കെ മക്കളോട് മൊബൈൽ ഫോൺ, ഫ്രീ മൊബൈൽ ഫോൺ ഉണ്ടാവും. മൊബൈൽ ഇല്ലാത്തൊരു സന്ദർഭം നമുക്കൊക്കെ ഉണ്ടാകും, വീട്ടിലുണ്ടാകും. ഉസ്താദേ, മക്കള് കുട്ടികൾ എപ്പോഴും ഫോണിലാണ്. കാരണം നമ്മളെപ്പോഴും ഫോണിലാണ്. നമ്മൾ കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ സമയം കണ്ടെത്തി നോക്കി, കുട്ടികൾ മൊബൈൽ ഫോണിന്റെ ബാക്ക് പോവില്ല. അവ നേരത്തെ തന്നെ സമയം ക്രമീകരിച്ചുകൊണ്ടെന്ന് ടൈം പാസിന് വേണ്ടി മൊബൈൽ ഫോണിൽ കണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അതിന് മാത്രം എന്റർടൈൻമെന്റ് ഉണ്ടെന്ന് ന്യൂസുകളായിട്ടും അല്ലാത്തതായിട്ടും റമദാൻ മാസം അത് ഖുർആൻ ഓതാൻ വിനിയോഗിക്കുന്ന സമയമാകണം. യാത്രയിലാണെങ്കിൽ ഖുർആൻ ഓതല്ല, ഖുർആൻ കേൾക്കല്ലോ. മൊബൈൽ ഫോണിലുണ്ടല്ലോ നല്ല നല്ല ഖിറാഅത്തുകൾ, മൊബൈൽ ഫോണിൽ നമുക്ക് കേൾക്കാം. ഖുർആൻ കേൾക്കലും കൂലിട്ടുന്ന കാര്യമാണ്. നമ്മളൊരു പണിയിലാണ്, എന്തോ ഒരു പണിയിൽ ഏർപ്പെടാം, അല്ലെങ്കിൽ യാത്ര ചെയ്യാം, ഹെഡ്സെറ്റ് വെച്ചിട്ട് നമ്മൾ മൊബൈൽ ഫോണില് പാട്ട് കേൾക്കണ്ട, പരിശുദ്ധ ഖുർആൻ കേട്ടാൽ ആ ഖുർആന്റെ കൂലിയിട്ട് ഇപ്പം തന്നെ കേട്ടു തുടങ്ങണം. നല്ല നല്ല ഖിറാഅത്തുകൾ ഒരുപാട് നമുക്കിങ്ങനെ നെറ്റിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. ഹറമിലെ ഇമാമുമാരായ ബഹുമാനപ്പെട്ട ഷേഖ് മുഹമ്മദ് ഖലീൽ മഹ്മൂദ് ഖലീൽ അൽ ഖാരിയെ പോലെയുള്ള, റാഷിദ് അൽ മിശാരിയെ പോലെയുള്ള ഒരുപാട് നല്ല നല്ല ഖാരിഈങ്ങളുടെ ഖിറാഅത്ത് നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. എന്തൊരു മനോഹരമാണ്. അബ്ദുൽ വാലി അർക്കാനിയെ പോലെയുള്ള എത്രയോ നല്ല നല്ല ഖാരിഈങ്ങളുടെ ഖിറാഅത്തുകളുണ്ട്. എന്ത് മനോഹരമാണ് അത് കേട്ടു നിൽക്കാൻ. നമ്മളെ നോളജ് സിറ്റിയിലെ പള്ളിയിലെ ഇമാമ് എന്തൊരു മനോഹരമായ ഖിറാഅത്താണ്. അങ്ങനെ നല്ല ഖിറാഅത്തുകൾ കേട്ട് നിന്നാ തന്നെ ഖൽബിനൊരു സമാധാനമാണ്, സുകൂനാണ്. അപ്പൊ റമദാന്റെ മുമ്പ് തന്നെ നല്ല നല്ല ഖിറാഅത്തുകൾ കേട്ട് പരിചയിക്കണം. അറിയുമോ, ബഹുമാനപ്പെട്ട സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു താബിഈങ്ങളിൽപ്പെട്ട പ്രമുഖനാണ്. കാന ഇദാ ദഖല റമദാന തറക ജമീഅൽ ഇബാദാ വഅഖബല അലാ തിലാവത്തിൽ ഖുർആൻ. എന്തൊരു രസമാണ് ഖുർആൻ ഓതിയിരിക്കാൻ റമദാൻ മാസത്തിൽ. ചിലര് റമദാൻ 1 ഖുർആൻ എടുക്കും, റമദാൻ 30 ആയാലും ഒരു ഖത്മ് ഓതി തീരൂല. കാരണം എന്താണ്? റമദാൻ 1 ഇങ്ങനെ നുള്ളിപ്പെറുക്കി ഓതാൻ തുടങ്ങിയാൽ ഖുർആനോത്ത് മുന്നോട്ട് പോകൂല. റമദാനിന്റെ പുതുമ കഴിഞ്ഞാ പിന്നെ അവസാനത്തെ 10ലാണ് കുറച്ചെങ്കിലും ഒന്ന് ഖുർആൻ എടുത്തു നോക്കുക. ഖുർആനുമായി നമുക്കുള്ള ബന്ധം അത് പോരാ. ദവാഉ ഖൽബിൻ ഖംസത്തുൻ ഫതിലാവത്തുൻ ബിതദബ്ബുരിൽ മഅനാ വലിൽ ബത്നിൽ ഖലാ വഖിയാമു ലൈലിൻ വത്തദർറു ബിസ്സഹാ വമുജാലസാതു സാലിഹീനൽ ഫുളലാ. എന്റെ ചെറുപ്പക്കാരായ കൂട്ടുകാരെ, എന്റെ സഹോദരിമാരെ, ഖുർആൻ ഓതാൻ കഴിയുന്നില്ല, ദിവസേന ഒരു പേജെങ്കിലും ഖുർആൻ എടുത്തു വെച്ച് ഓതാൻ കഴിയാത്തത് നമ്മുടെ ഹൃദയത്തിന്റെ കാഠിന്യമാണ്. ഹൃദയം നിർമ്മലമാകാനുള്ള വഴി ഖുർആൻ എടുത്ത് ചോദലാണ്. من حرين عريلا أطفأت حر لظى من برديها الشبيبي. നരകത്തിലെ തീനെ ഭയപ്പെട്ടുകൊണ്ടാരെങ്കിലും ഖുർആൻ ഓതിയാൽ ആ നരകത്തിലെ തീനെ കെടുത്തിക്കളയാനുള്ള പവർ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾക്കുണ്ടെന്നാണ്. പിന്നെ നമ്മളെ രോഗാണുക്കളെ കെടുത്തിക്കളയാൻ, നമ്മളെ ഹൃദയത്തിന്റെ മാലിന്യങ്ങളെ നിർമാർജനം ചെയ്യാൻ ഖുർആനിനെ പോലെ സൗകര്യമുള്ള, ഖുർആനിനെ പോലെ പറ്റുന്ന മറ്റ് ഏതൊരമലുകളാണുള്ളത് അറിയണേ.
എല്ലാ ദിവസവും ഖുർആൻ ഓതണം. ഖുർആനിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. അതാണ് സുഫിയാനു തൗരി റളിയല്ലാഹു അൻഹു രാത്രി മുഴുവൻ നിസ്കരിക്കുന്ന മഹാനാണ്. റമളാനായാൽ എല്ലാ ഇബാദത്തുകളും ചുരുക്കിയിട്ട് വകാന യുഖ്ബിലു അലാ തിലാവത്തിൽ ഖുർആൻ ഓതാൻ വേണ്ടി മുഴുവൻ സമയവും വിനിയോഗിക്കുന്നു. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു റമളാൻ അല്ലാത്ത കാലങ്ങളിൽ ഒരു ഖത്മ ഖുർആൻ ഓതും. ഇമാം നവവി റളിയല്ലാഹു അൻഹു എന്നൊരു ഗ്രന്ഥമുണ്ട്, അത്തിബിയാനു അലാ ആദാബി ഹമലത്തിൽ ഖുർആൻ. ആ ഗ്രന്ഥത്തിൽ ഇമാമുമാരുടെ ഖുർആനോത്തിന്റെ ചരിത്രം പറയുന്നുണ്ട്. ദിവസവും ഖത്മ ഖുർആൻ ഓതുന്ന മഹാന്മാരുണ്ട്. എല്ലാ ദിവസവും ഒരു ഖത്മ ഖുർആൻ ഓതുന്ന മഹാനാണ് ഇമാമുന ഇമാമുദ്ദുനിയ അബൂ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു. നാളെ ഇമാമുന ശാഫിഈ തങ്ങളെ ആണ്ടിന്റെ ദിവസമാണ്. റമളാനായാൽ ഇമാമുന ശാഫിഈ തങ്ങൾ 2 ഖത്മ തീർക്കാണ്. ഒരു ദിവസം 2 ഖത്മ തീർക്കും. സുബ്ഹാനല്ലാഹ്. ഒരു ദിവസം 2 ഖത്മ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. നമ്മൾ ഒരു ജീവിതത്തിൽ 2 ഖത്മ തീർക്കലുണ്ടാവും. 3 മാസത്തിലെങ്കിലും ഒരു ഖത്മ തീർക്കണം എന്നാണ് സലഫു സാലിഹീങ്ങൾ പറയുന്നത്. അപ്പൊ ചുരുക്കത്തിൽ ഒരു കൊല്ലത്തിൽ 4 ഖത്മെങ്കിലും തീർക്കാത്തവരുണ്ടാകാൻ പാടില്ല. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു. നമ്മളൊക്കെ ഖുർആനോത്തിന്റെ അവസ്ഥ എടുത്തു നോക്കിയാൽ കഴിഞ്ഞ റമളാനിലെ ഖുർആൻ പൂട്ടിയച്ചതാ. ഇനി അടുത്ത റമളാൻ ആവാൻ കാത്തുകയാണ്. നിക്കല്ലേ നമ്മൾ ഖുർആൻ എടുത്തു വെക്ക, ഓതന്നെ. റമളാൻ ആകുമ്പോഴേക്ക് ഓതിയിട്ടൊരു പദം വരണം. എന്നിട്ട് റമളാനില് എഴുത്തിക്കാഫിരുന്ന് ഖുർആൻ ഓതന്നെ. പെണ്ണുങ്ങളൊക്കെ ഇപ്പൊ വേറെ സൗകര്യപ്രദമായ വഴി കണ്ടിട്ടുണ്ട്. എന്താ, മുമ്പൊക്കെ ഖുർആൻ ധാരാളമായി ഖത്മ തീർത്തിരുന്ന ആളുകൾ ഇപ്പൊ ഖുർആൻ ഓതണ്ട, മൊബൈലിൽ ആൾ ഓതും. ഏതെങ്കിലും സദസ്സിലാളോ ഇത് മൊബൈലുണ്ട് ഓണാക്കിയിട്ട് പിന്നെ ഓല് സൊറക്കേ വർത്താനം പറയേ ഓൺലൈൻ മജ്ലിസുകളുടെ പിന്നാലെ എങ്ങനെ പോവാണ്. നമ്മൾ സ്വന്തമായി അമൽ ചെയ്യാൻ കഴിയുമെങ്കിൽ സ്വന്തമായിട്ട് തന്നെ നമ്മൾ അമൽ ചെയ്യണം. ഇനി അങ്ങനൊന്നും കഴിയാത്തവരാണെങ്കിൽ ഓൺലൈൻ മജ്ലിസിന്റെ കൂടെ ഹദ്ദാദ് റാത്തീബ് ചൊല്ലുന്നതിനൊന്നും നമ്മൾ എതിര് പറയല്ല. സ്വന്തമായി ഖുർആൻ ഓതാൻ കഴിയുന്നവർ അങ്ങനെ ധാരാളമായി ഖുർആൻ ഓതിയിട്ട് അള്ളാഹുവിനോടുള്ള ബന്ധം നമുക്ക് സ്ഥാപിക്കാൻ കഴിയണം. വെറുതെ നമ്മൾ സമയം